Dear students, welcome to Hindi Chamber. ഞാൻ ബാബു എൻ പനക്കൽ. ഇന്ന് നമ്മൾ കേരള സിലബസ് +1 സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ഇക്കായി 3 ചാപ്റ്റർ 9 ആനന്ദ് കി ഫുൽച്ചടിയാം എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആനന്ദ് കി ഫുൽച്ചടിയാം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എല്ലാവർക്കും അറിയാം. ആനന്ദത്തിന്റെ പുത്തിരികൾ. നമ്മുടെ ക്ലാസിന്റെ ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ എങ്ങനെയാണോ ക്ലാസ് റൂമിൽ അധ്യാപകന്റെ മുൻപിൽ ഇരുന്ന് പഠിക്കുന്നത് അതുപോലെ തന്നെ തോന്നിപ്പിക്കുന്നതാണ് നമ്മുടെ ക്ലാസ്. ബിക്കോസ് നിങ്ങൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് വെക്കണം. കയ്യിൽ ഒരു പെൻസിലോ പേനയോ കരുതണം. നമ്മുടെ ക്ലാസ് എടുക്കുന്നത് വേർഡ് ബൈ വേർഡ് മലയാളം എക്സ്പ്ലനേഷനോട് കൂടിയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു വേർഡിന്റെ മീനിങ് നിങ്ങൾക്ക് അറിയാൻ പാടില്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്തിട്ട് മുകളിൽ അതിന്റെ മീനിങ് ഞാൻ പറയുമ്പോൾ എഴുതിയെടുക്കാൻ സാധിക്കും. അതിലൂടെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോഴത്തേക്ക് അതിന്റെ മലയാളം വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് വെക്കുക, കയ്യിൽ പെൻസിൽ കരുതുക. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 53 ആനന്ദ് കി ഫുൽച്ചടിയാം, ആനന്ദത്തിന്റെ പുത്തിരികൾ. ആനന്ദ് ഗോപാൽ ഷേവടയുടെ വളരെ പ്രസിദ്ധമായ, നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ നാടിന് ഏറ്റവും നല്ല ഒരു ഉപദേശം തരുന്ന ഒരു ലേഖനമാണ് ആനന്ദ് കി ഫുൽച്ചടിയാം. ഏതു പരീക്ഷയ്ക്കും ഇതിൽ നിന്ന് തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് ആ ചാപ്റ്ററിലേക്ക് കടക്കാം. ആനന്ദ് കി ഫുൽച്ചടിയാം. മറ്റൊരു കാര്യം കൂടി, ഈ ലെസൺ വളരെ ലെങ്തിയാണ്. അതുകൊണ്ട് നമ്മൾ ഒറ്റടിക്ക് ഇത് ക്ലാസ് അപ്ലോഡ് ചെയ്യത്തില്ല. ഇത് 2 പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. ശ്രീ ആനന്ദ് ഗോപാൽ ഷേവടെ. ശ്രീ ആനന്ദ് ഗോപാൽ ഷേവടെ ജനിച്ചത് AD 1911 അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകൾ നിശാഗീത്, ജ്വാലാമുഖി, മംഗള, തീസരി ഭൂക്ക്, കോരെ കാഗസ്, ദൂർ കെ ഢോൽ എന്നിവയാണ്. അദ്ദേഹം മരിച്ചത് 1979 ചാപ്റ്ററിലേക്ക് നോക്കാം. ഏക് ബൂട്ട് ആത്മി ജിസ്കെ ബാൽ സഫേദ് ഹോ ഗേ ഥേ. ഒരു പ്രായം ചെന്ന മനുഷ്യൻ, ബൂട്ട് ആത്മി ഒരു വയസ്സനായ മനുഷ്യൻ, ജിസ്കെ ബാൽ അദ്ദേഹത്തിന്റെ മുടികൾ, സഫേദ് ഹോ ഗേ ഥേ നരച്ചിട്ടുണ്ടായിരുന്നു, അഥവാ സഫേദ് ഹോ ഗേ ഥേ മാനെ വെള്ള നിറത്തിലുള്ളതായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്യുകയായിരുന്നു? ജമീൻ ഖോദ് രഹാഥ, നിലം ഉഴുതുകൊണ്ടിരിക്കുകയായിരുന്നു, അഥവാ മണ്ണ് കിളച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏക് നൗജവാനെ, ഒരു യുവാവ്, ജോ വഹാം സെ ഗുസർ രഹാ ഥാ, അതിലൂടെ കടന്നു പോകുമ്പോൾ, ഉസ് ബുജുർഗ് കോ പരിശ്രം കർത്തെ ദേഖ് പൂച്ച, ആ വയസ്സനായ വ്യക്തി പരിശ്രമിക്കുന്നത് കണ്ടിട്ട് പൂച്ച ചോദിച്ചു, ബാബാ യഹ് ക്യാ കർ രഹേ ഹോ, അപ്പുപ്പ ഇതെന്താണ് ഈ ചെയ്യുന്നത്? ബാബ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം അപ്പുപ്പ എന്നാണ്. അപ്പുപ്പ ഇതെന്താണ് ഈ ചെയ്യുന്നത്? ആംകി ഗുഡലിയാം ബോരഹാഹും ബൂഠേനെ കഹ. ആ അപ്പൂപ്പൻ പറഞ്ഞു, മാങ്ങയുടെ ഗുഡലിയാം. മാങ്ങയുടെ ഗുഡലിയാം എന്ന് പറഞ്ഞാൽ മാങ്ങയുടെ സീഡ്. നമ്മൾ പറയും മാങ്ങയണ്ടികൾ, ഗുഡലിയാം മാങ്ങയണ്ടികൾ. ആംകി ഗുഡലിയാം ബോരഹാഹും, ഞാൻ മാങ്ങയണ്ടികൾ കുഴിച്ചിടുകയാണ്. ഇസ് ഉമ്ർ മേ ഇസ്കെ ഫൽ കബ് ഖാവോഗെ ബാബ, ആ നൗജവാൻ നെ പൂച്ച. നൗജവാൻ ചോദിച്ചു, ഈ പ്രായത്തിലോ എന്നാണ് ബാബയ്ക്ക്, അപ്പൂപ്പന് ഇതിൽ നിന്ന് മാങ്ങയുണ്ടായി കഴിക്കാൻ പറ്റുക? മേം ഫൽ നഹീ ഖാ സക്താ തോ ക്യാ ഹുവാ ബേട്ടാ, തും തോ ഖാ സകോഗി. എനിക്ക് മാങ്ങ കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ മോനെ, നിനക്ക് കഴിച്ചുകൂടെയോ? മേരെ തുമാരെ നാദി പോത്തെ തോ ഖായെങ്കി, എന്റെയും നിന്റെയും കൊച്ചുമക്കൾ
കഴിച്ചുകൂടെ ഇത്? देखो वह मराई मेरे दादाने लगाई थी. എന്നിട്ട് അയാൾ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ദാ അവിടെ നോക്കൂ, വഹ മരായി മേരെ ദാദാനെ ലഗായി ഥി. ആ കാണുന്ന വൃക്ഷം, ആ കാണുന്ന മാവുകൾ എന്റെ അപ്പൂപ്പൻ വച്ചുപിടിപ്പിച്ചതായിരുന്നു. തോ ഉസ്കെ ഫൽ മൈനെ ഖായ. അതിലെ പഴങ്ങൾ കഴിക്കുന്നത്, മാമ്പഴങ്ങൾ കഴിക്കുന്നത് ഞാനാണ്. ഇസ്കെ ഫൽ മേരെ നാദി പോത്തെ ഖായെങ്കി. അതുപോലെ ഇപ്പോ വയ്ക്കുന്ന ഇതിന്റെ പഴങ്ങൾ എന്റെ പേരക്കുട്ടികൾക്ക്, എന്റെ ചെറുമക്കൾക്ക് കഴിക്കാം. हमारे पूर्वजों की इसी मनोवृत्ति का फल है जो हम जगह जगह मराई देखते हैं. നമ്മുടെ പൂർവികന്മാരുടെ ഇതേ മനോഭാവം കൊണ്ടാണ് മിക്ക സ്ഥലങ്ങളിലും ഈ മാവുകളും മറ്റു വൃക്ഷങ്ങളും ഒക്കെ നമ്മൾ ഇപ്പോൾ കാണുന്നത്. अपने स्वार्थी जीवन से ऊंचे उठकर दूसरों को सुख और आनंद पहुंचाने का यह कैसा सुंदर स्वभाव है. നമ്മുടെ സ്വാർത്ഥ ജീവിതത്തിൽ നിന്നും മാറിയിട്ട് മറ്റുള്ളവർക്ക് സുഖവും ആനന്ദവും എത്തിച്ചു കൊടുക്കുന്ന എത്ര സുന്ദരമായ ഒരു സ്വഭാവമാണിത്. निसंदेह उस बूटे का जीवन एक परम सात्विक आनंद की दीप्ति से जगमगा उठा होगा. നിസംശയം പറയാം, ഉസ് ബൂട്ടെ കാ ജീവൻ, ആ വയസ്സന്റെ ജീവിതം, ആ അപ്പൂപ്പന്റെ ജീവിതം, एक परम സാത്വികാനന്ദ की दीप्ति से, ഒരു പരമ സാത്വിക് നന്മയുള്ള അഥവാ നോബിൾ നന്മയുള്ള ആനന്ദത്തിന്റെ ഒരു പ്രതീകമാണ്. ആ പ്രതീകം കൊണ്ട്, ആ വെളിച്ചം കൊണ്ട് ജഗ്മഗ ഉഠാ ഹോഗ, എപ്പോഴും മിന്നിത്തിളങ്ങതായി തീരട്ടെ. ഔർ ഉസ്കി മൃത്യു ബഹുത് ശാന്ത് ഔർ കഷ്ടഹീൻ ഹുയി ഹോഗി. അവന്റെ മരണം വളരെ സമാധാനത്തോടുകൂടി കഷ്ടതകൾ അനുഭവിക്കാതെ ആയിരിക്കും ഉണ്ടാവുക. ഹം ലോഗ് സഭി യദി ഇസ് വൃത്തി കോ ഹൃദയംഗമം കർ ലേം തോ. നമ്മളെല്ലാവരും ആ അപ്പൂപ്പന്റെ ഇതേ മനോഭാവം സ്വീകരിക്കുകയാണെങ്കിൽ തോ ഇസ് ദുനിയാമേം അധിക ആനന്ദക്ക് സൃഷ്ടി ഹോ സകോഗി. ഈ ലോകത്ത് കൂടുതൽ ആനന്ദം സൃഷ്ടിക്കപ്പെടും, അഥവാ കൂടുതൽ ആനന്ദം ഉണ്ടാക്കി തീർക്കുവാൻ കഴിയും. ഇസ്മേ കോയി ശക്ക് നഹീം, ഈ വിശ്വാസത്തിൽ അല്പം പോലും സംശയമില്ല. ഹമാര ജീവൻ സച്ചേ സുഖ കെ പ്രകാശ സേ ആലോകിത് ഹോ ഉഠേഗ. നമ്മുടെ ജീവിതം യഥാർത്ഥ സുഖത്തിന്റെ പ്രകാശം കൊണ്ട് എന്നും ദീപ്തമായി തീരുകയും ചെയ്യും. നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം. एक वृद्ध संभ्रांत महिला रेलगाड़ी से सफर कर रही थी. ഒരു പ്രായം ചെന്ന, വൃദ്ധ എന്ന് പറഞ്ഞാൽ പ്രായം ചെന്ന, സംഭ്രാന്ത മഹിള മാനി കുലീനതയുള്ള ഒരു സ്ത്രീ. एक वृद्ध संभ्रांत महिला रेलगाड़ी से सफर कर रही थी. ഒരു വൃദ്ധയായ കുലീന സ്ത്രീ റെയിൽഗാഡി സെ സഫർ കർ രഹി ഥി, ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. വേ ഖിഡ്കി കെ പാസ് ബൈഠക്കർ, അവർ ആ തീവണ്ടിയുടെ ജനാലയുടെ അടുത്തിരുന്നിട്ട് ബീച്ച് മീൻ ഇടയ്ക്കിടെ അപ്പനെ മുട്ടി സെ കുച്ച് ചീസ്, തന്റെ കൈ കൊണ്ട് അപ്പനെ മുട്ടി സെ കുച്ച് ചീസ് ബാഹർ ഫേങ്കത്തി ജാ രഹി ഥി. ഓരോ പിടി എന്തോ സാധനങ്ങൾ അവർ ആ ജനാലയിലൂടെ പുറത്തോട്ടിങ്ങനെ എറിഞ്ഞുകൊണ്ടേയിരുന്നു. യാത്ര ചെയ്യുന്ന സമയത്ത്, ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏക് യാത്രീനെ, ഒരു യാത്രക്കാരൻ, ജോ യഹ് ദേഖ് രഹാ ഥാ പൂച്ച, ഇത് കണ്ടുകൊണ്ടിരുന്ന ഒരു യാത്രക്കാരൻ ചോദിച്ചു, യഹ് ആപ് ക്യാ കർ രഹി ഹേ, ഇത് അങ്ങ് എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഉസ് മഹിളാനെ ജവാബ് ദിയ, ആ സ്ത്രീ മറുപടി പറഞ്ഞു, യേ സുന്ദർ ഫലോം ഔർ ഫൂലോം കെ ബീജ് ഹേ,
ഇത് മനോഹരമായ പഴവർഗ്ഗങ്ങളുടെയും പൂക്കളുടെയും വിത്തുകളാണ്. मैं इन्हें इस उम्मीद से फेंक रही हूं कि इनमें से कुछ भी अगर जड़ पकड़ लेंगे तो लोगों का इससे कुछ फायदा होगा. मैं इन्हें इस उम्मीद से फेंक रही हूं. ഞാൻ ഈ ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് പുറത്തോട്ട് എറിയുന്നത്. എന്തുദ്ദേശത്തോടു കൂടി? इसमें से कुछ भी अगर जड़ पकड़ लेंगे तो ഇവയിൽ കുറച്ചെണ്ണമെങ്കിലും കിളിർത്തു വലുതായാൽ ലോകോം കാ ഇസ്സേ കുച്ച് ഫായദ ഹോഗ, ജനങ്ങൾക്ക് ഇതുകൊണ്ട് പ്രയോജനമുണ്ടാകും. പതാ നഹീം मैं इस रास्ते से फिर गुजरूं या न गुजरूं. ഞാൻ ഈ വഴി ഇനി വരുമെന്നോ വരികയില്ലെന്നോ എനിക്ക് അറിയില്ല. इसलिए क्यों न मैं इस संधि का उपयोग कर लूं. പിന്നെ ഞാൻ എന്തിന് ഈ ഇടവേള സമയം ഉപയോഗിക്കാതിരിക്കണം? സന്ധി മാനെ ഇന്റർവെൽ അഥവാ ഇടവേള. അപ്പോ ആ സഹയാത്രിക ട്രെയിനിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് അവരുടെ കയ്യിൽ കരുതിയിരിക്കുന്ന പഴവർഗ്ഗങ്ങളുടെയും പൂക്കളുടെയും കുറെ വിത്തുകൾ എടുക്കുകയും ട്രെയിൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ പിടി ഇങ്ങനെ പുറത്തേക്ക് എറിഞ്ഞ് കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നത് എന്താണ്? അതിൽ കുറച്ചെണ്ണമെങ്കിലും കിളിർക്കും, വലുതാവും, അത് പടർന്ന് പന്തലിക്കും. അതിൽ നിന്ന് കിട്ടുന്ന പഴവർഗ്ഗങ്ങൾ ജനങ്ങൾക്കും പക്ഷി മൃഗാദികൾക്കും ഉപയോഗമായി തീരും. ഇതാണ് ആ കുലീന സ്ത്രീ ആഗ്രഹിക്കുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട്. ഈ ഫസ്റ്റ് പാർട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പമുള്ള ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താൽ അടുത്ത പാർട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.